ഹലോ, അപ്പോൾ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്നറിയില്ല. ജീരകശാല റൈസും ബാസ്മതി റൈസും കൂടി ഒരുമിച്ചിട്ടാണ് ഞാൻ ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നത്. കാരണം രണ്ടും എനിക്ക് ഇല്ലായിരുന്നു. 1 കപ്പ് വീതം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 കപ്പും ഓരോ കപ്പ് വീതം ഓരോന്നിനും എടുത്ത് അത്ര ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിലായി. അപ്പോൾ അത് വെച്ചാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. പോയി വാങ്ങാനുള്ള വഴി ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇപ്പം കാണിച്ചു തരാം. പുറത്ത് പോയി വാങ്ങാൻ പറ്റില്ല. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുറത്ത് ഭയങ്കര സ്നോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയണ്ട. ഇതെല്ലാം ഇനി ക്ലീൻ ചെയ്ത് വണ്ടി ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്ക് ജോലിക്ക് വരെ പോകാനായിട്ട്. കണ്ടല്ലോ, സ്നോ ഇപ്പം വരെ വന്ന് കിടക്കുകയാണ്. ഫുൾ ഇപ്പോഴും സ്നോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പേളി മണിയുടെ പ്രോൺ ബിരിയാണിയാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താവും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം 2 ടൈപ്പ് അരിയാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കെന്തായാലും നോക്കാം. പ്രോൺസ് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. എന്തായാലും ഉണ്ടാക്കിയിട്ട് ഞാൻ